ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് സപ്പോർട്ടയുടെ ഒരു ഷേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. आज हम ചിക്കു ഷേക്ക് बनाने जा रहे दिखाएंगे कैसे है. നിങ്ങൾ വിചാരിക്കും ഇത്ര സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായതാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയതല്ല, ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് പഴുത്തത് മാത്രം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല ചൂടിന്റെ സമയമല്ലേ, നമുക്കൊന്ന് ഷേക്ക് ഉണ്ടാക്കിയല്ലേ ഇത് വെച്ചിട്ട്. हम लोग का फैमिली फ्रेंड का घर से ये लेके आया है. पक्का वाला खली रखा है. अभी शेक बनाएंगे. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലി എല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. इसका छिलका निकाल के, इसका मंजी सब निकाल के लेके आएंगे. നോക്കിക്കേ, സപ്പോർട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. चिक्कू का छिलका पूरा निकाल दिया, इसका मंजी भी निकाल दिया. देखिए साफ करके रखा है. अभी एक मिक्सी का जार में डालना है. हमको मिक्सी का जार में इट കൊടുക്കാം. പകുതി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് നല്ല മധുരമുള്ള ചിക്കു ആണ്, സപ്പോട്ടയാണ്. अच्छा मीठा वाला चिक्कू है. थोड़ा चीनी डालने से हो जाएगा. നല്ല മധുരമുള്ള സപ്പോട്ടയാണ്. നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. थोड़ा चीनी डालेंगे, थोड़ा काजू डालेंगे. നമുക്ക് കുറച്ച് പറങ്ങണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. പാൽ ഒഴിച്ച് കൊടുക്കാം. दूध डालेंगे. ഐസ് वाला दूध है. നല്ല ഐസായിട്ടുള്ള പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. പാൽ ഒഴിച്ചിട്ട് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അച്ഛसे ബ്ലെൻഡ് ഒക്കെ ആയെങ്കിൽ നോക്കിക്കേ, നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അച്ഛसे ബ്ലെൻഡ് किया है. अभी डालना है. एक बर्तन में डाल रहे. ബാക്കി ഇരിക്കുന്ന സപ്പോർട്ടയും കൂടെ നമുക്ക് അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബാക്കി ചിക്കു थोड़ा अच्छे से ബ്ലെൻഡ് करके आएगा. നമ്മൾ ചിക്കു മുഴുവനും അരച്ച് കഴിഞ്ഞു, സപ്പോട്ട മുഴുവനും അരച്ച് കഴിഞ്ഞു. ചിക്കു पूरा ബ്ലെൻഡ് किया है. ബാക്കി ഇരുന്ന പാലും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ബാക്കി വല്ല दूध डाल के डालेंगे. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് 1.5 കിലോ ചിക്കു ഉണ്ട്, സപ്പോട്ട ഉണ്ടായിരുന്നു. इसका छिलका निकाल के मंजी निकालने का बाद 1.5 किलो चिक्कू था. इसके बाद अब देखिए हम छोटा छोटा काट के थोड़ा एक बाउल रखा है. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല രസമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. बीच बीच में काटने से अच्छा लगेगा, इसलिए थोड़ा कटिंग करके थोड़ा डाला है. अभी डाल रहे कंडेंस मिल्क. നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ कंडेंस मिल्क കൂടെ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ कंडेंस मिल्क डाल रहे हैं. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे मिक्स करना है. കുറച്ച് ഐസ് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. थोड़ा आइस ले लिया और थोड़ा अच्छे से क्रश करके आएंगे. നോക്കിയേ, ഐസ് ക്രഷ് ചെയ്ത് കഴിഞ്ഞ് ക്രഷ് കിയ ഐസ് അഭി डालना है. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സപ്പോട്ടയുടെ ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. നോക്കിക്കേ, നല്ല തിക്കാണ്. നോക്കി, ഈ പരുവായിരിക്കണം. ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. 1.5 കിലോ സപ്പോട്ടയ്ക്ക് 1 കിലോ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതാണ് ഇത്രയും നല്ല തിക്കായിട്ട് വന്നത്. 1.5 किलो चिक्कू के लिए 1 किलो दूध डाला है. देखिए इतना थिक होना चाहिए. का शेक रेडी हो गया. अभी ग्लास में डाल रहे. നമുക്ക് ഷേക്ക് ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്കൂപ്പ് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 स्पून ഐസ്ക്രീം डाल रहे. ഐസ്ക്രീമിൻ്റെ മേളിൽ നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. थोड़ा ചോക്കോ ചിപ്സ് डाल रहे. ഇതിൻ്റെ മുകളിലോട്ട് കാജു ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാജു ചോട്ടാ ചോട്ടാ കാട്ട് के इसका ऊपर में डाल रहे. കശുവണ്ടി ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സപ്പോട്ടയുടെ ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ വീട്ടിൽ സപ്പോട്ട കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം.
सब लोग हमें थोड़ा ट्राई करके देखिएगा, सुपर से ऊपर टेस्ट है, सब लोग पसंद भी करेगा। प्लीज लाइक शेयर एंड सब्सक्राइब। थैंक यू फॉर वॉचिंग।